പ്ലാസ്റ്റിക് സർജറി കൊണ്ട് എങ്ങനെ സ്കാർ ഫോർമേഷൻ കുറയ്ക്കാം? സ്കാർ ഫോർമേഷൻ എന്ന് പറയുന്നത് അതൊരു നോർമൽ ഹീലിംഗ് പ്രോസസ്സിന്റെ ഭാഗമാണ്. നമ്മുടെ ബോഡിയിൽ ഒരു വീഴ്ച കൊണ്ട് ഉണ്ടാവുന്ന ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു സർജറി കൊണ്ട് ഉണ്ടാവുന്ന ഒരു മുറിവോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു സ്കാർ ഫോർമേഷൻ എക്സ്പെക്റ്റഡ് ആണ്. അതൊരു നോർമൽ ഹീലിംഗ് പ്രോസസ്സാണ്. പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ ഈ പറയുന്ന സ്കാർ ഫോർമേഷനെ മാക്സിമം കുറയ്ക്കാനാണ് നമ്മൾ ജനറലി ശ്രമിക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കുറയ്ക്കുന്നത്? പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തുന്നാനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന സൂച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന നൂലുകൾ ഇതെല്ലാം വളരെ ഫൈൻ ആയിരിക്കും. അതുകൂടാതെ അതിൻ്റെ ആ പ്രൊസീജിയറിൻ്റെ ആ ഒരു ഫൈൻനെസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കാർ ഫോർമേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്നത്. സ്കാർ 0% ആവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതങ്ങനെയല്ല, അതൊരു ഫാൾസ് കാര്യമാണ് സോഷ്യൽ മീഡിയയിലും സിനിമകളിലും ഒക്കെ കാണുന്നത്. അത് കറക്റ്റ് അല്ല. പ്ലാസ്റ്റിക് സർജറിയിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും, ബട്ട് ഒരിക്കലും 0% ആയിരിക്കില്ല. ഏറ്റവും നല്ല രീതിയിൽ ക്യാമഫ്ലാജ് ആയി ഇരിക്കുന്ന രീതിയിലായിരിക്കും അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ദൂരത്തു നിന്ന് ഒരാളെ കാണുമ്പോൾ അത് മാക്സിമം എടുത്തു കാണിക്കാത്ത രീതിയിലായിരിക്കും അത് ഫൈനലി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെന്ന് വെച്ചാൽ ആൻഡ് സ്കാർ ഫോർമേഷനെ പറ്റിയിട്ട് ബോധേഡ് ആണ്, നമ്മൾ അതിനെ പറ്റിയിട്ട് കുറച്ച് ടെൻസ്ഡ് ആണെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ നല്ല രീതിയിൽ ഏറ്റവും സ്കാർ കുറഞ്ഞ രീതിയിൽ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം. ആൻഡ് ഇൻ കേസ് സ്കാർ ഓൾറെഡി ഫോം ആയിട്ടുണ്ട്, പഴയ ഒരു മുറിവ്, പണ്ട് എപ്പോഴും ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായ ഒരു മുറിവ്, ആ സമയത്ത് അത് പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്തില്ല, ഇപ്പോൾ അതൊരു തിക്കായിട്ടുള്ള സ്കാറുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്കാറിന് മാക്സിമം കുറയ്ക്കാനുള്ള പ്രൊസീജിയേഴ്സും പ്ലാസ്റ്റിക് സർജറിയിൽ അവൈലബിൾ ആണ്. ഇതിനെയാണ് സ്കാർ റിവിഷൻ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുന്നത്.